എന്നെ അറിയുമോ? അപ്പോൾ ഞാൻ അപ്പം നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ, അപ്പോൾ ഞാൻ തിരിച്ചതിന് മറുപടി കൊടുത്തു. എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പം എന്നെ മറന്നുപോയി, ഞാനാണ്, ഞാൻ ബാംഗ്ലൂർ കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറൊന്നല്ല കേട്ടോ. ഇന്ന് മെയ് 10. അമല് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഒരു 10-24 മിനിറ്റിന്റെ വീഡിയോ ആണ് അത്. ഞാൻ സംസാരിക്കുന്നതല്ല, അമല് സംസാരിക്കുന്നതിന്റെയും ഈ പറഞ്ഞ കുഞ്ഞാറ്റയുടെ വീഡിയോ ആണ്. എന്താണ് സംഭവം? മെയ് 10 കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് അമൽ ഒരു വീഡിയോ ഇട്ട് ഇന്ന് ഈ പറയുന്ന കുഞ്ഞാറ്റ ഇവന്റെ കുറച്ച് ചാറ്റും കാര്യങ്ങളും കൂടെ ഉള്ള വെച്ച് ഇവന് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നു. അണ്ണൻ അങ്ങ് കുരു പൊട്ടി. പിന്നെ അണ്ണൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വീഡിയോസ് ഇട്ടുള്ള ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കെട്ടുക. ഞാൻ കറക്റ്റ് ഓർഡറിൽ വെച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കത്തും. ആദ്യത്തെ വീഡിയോ ഇതാണ്. കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. ഞാൻ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറൊന്നല്ല കേട്ടോ. ഇന്ന് മെയ് 10 2026. ഇന്ന് എൻ്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നെൻ്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അവനെൻ്റെ കൂടെ ഇപ്പം ഇല്ല, അവനെ കണ്ടിട്ടില്ല. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് കേക്കോ അല്ലെങ്കിൽ അവനൊന്ന് കാണാനോ അവനോടൊന്ന് മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ മക്കളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു വീഡിയോ അയച്ചു തരാവോ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒന്ന് പറഞ്ഞ് ബർത്ത്ഡേ. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാനൊന്നുമില്ല, പണ്ടൊക്കെ എപ്പോഴോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് ആർക്കും അയക്കാനൊന്നുമില്ല. എൻ്റെ സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലൊക്കെയാണ്. അപ്പം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. അപ്പം എനിവേ ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പം ഈ അടുത്തില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അപ്പം ഈ കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എന്തായാലും കാണണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ സൺ. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തു. അങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അവനെയും എന്നെ ഓർക്കുക. അത്രേ ഉള്ളൂ. ഈ വീഡിയോയുടെ മറുപടി ആയിട്ട് കുഞ്ഞാറ്റി ഇട്ട ഒരു ചെറിയൊരു റീലിന്റെ ഒരു പോർഷൻ. ഈ റീല് വന്നതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾ കണ്ടുപോയാൽ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ടോ എന്താണ്ടൊക്കെ പാടുന്നുണ്ട്. എനിക്കിപ്പോൾ ആ പാട്ടിന് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. അപ്പം ഞാൻ അതിന് മുമ്പ് എൻ്റെ ഈ ഫോട്ടോ ഇതുണ്ട്, ഫോണുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഇതിനാണെന്നുണ്ട് ഉടുക്കത്തെ സൗണ്ട് കാണുള്ളൂടെ. ഇത് സേവ് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആദ്യമേ ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ട് കാര്യം പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യാനുള്ള ഇതെനിക്കില്ല. ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ഒരു പാവമാണ്, അത് ആദ്യമേ തന്നെ പറയുകയാണ് കേട്ടോ. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരായിരുന്ന ഒരാൾ എനിക്കെതിരെ ഒരു സാധനം ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാനിവിടെ കാണിക്കാം. 2023 എനിക്കെതിരെ ഒരാൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു. ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്ത്രീക്കെതിരെ, അതായത് ഒരു സ്ത്രീക്ക് ഭയങ്കര വൾഗറായിട്ട് മെസ്സേജ് അയച്ചു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് അവർ കേസ് കൊടുത്തത്. അതിന് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് ലുബിച്ച് പറയാം കേട്ടോ. അതായത് അന്ന് രാത്രി, അതായത് ഞാൻ അന്ന് അവൾ ആ പറയുന്ന വ്യക്തി ആളുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഞാൻ മൊത്തത്തിൽ അവരുടെ വീട്ടുകാരായിട്ട് ശരി പോവില്ല, അവരുടെ വർത്തനും കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ അന്ന് വീട്ടിൽ വിട്ട് ഇറങ്ങേണ്ട വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ, അവരുടെ പേര് ഞാൻ ഇതിലേക്ക് പറയുന്നില്ല, അവരിവിടെ ഒരു കംപ്ലൈൻറ്റ്, അടിമാലല്ല കംപ്ലൈൻറ്റത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഠത്തിൽ ജോലിയായിരുന്നു, ടൈൽ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാൻസിനും കൂടെ കൂടിയിട്ട് വണ്ടി കൊണ്ട്, അതും ഞാൻ വന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ എക്കോ സ്പോട്ട്, അന്ന് അവനായിരുന്നു വണ്ടി ഓടിച്ചത്. ഞങ്ങൾ പോയിരുന്നു, അവരെ കണ്ടു. തിരിച്ചു പോരുന്ന സമയത്ത്, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ചാറ്റും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല. ഇനി സപ്പോസ് നാളെ ഒരു പ്രശ്നവും കാര്യങ്ങളും ലീഗിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് എടുക്കുന്നതായിരിക്കും, കാരണം എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നതിനിടയിൽ എനിക്കൊരു 11 മണി രാത്രി സമയത്ത് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് ഞാൻ എടുത്തു. വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. മെസ്സേജ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഹായ് എന്നെ അറിയുമോ?
അപ്പം ഞാൻ വിളിച്ചു അപ്പം നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ, അപ്പം ഞാൻ തിരിച്ചതിന് മറുപടി കൊടുത്തു. എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പം എന്നെ മറന്നുപോയി, ഞാൻ ബാംഗ്ലൂർ അതായതാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കില്ലല്ലോ, മെസ്സേജുകളോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് 1 വ്യൂ ആയിട്ടാണ് ഫോട്ടോ അയച്ചു തരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മളവിടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവുമല്ലോ, ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ് വന്നത്. ആ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിൻ്റെ വാട്സപ്പിൻ്റെ എബോട്ടും കാര്യങ്ങളും നോക്കിയപ്പം ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവരും പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം എൻ്റെ ഫോണിൽ ഇരിക്കുന്നത്. അപ്പോൾ സാൻസിനെ കാണിച്ചു കൊടുത്തു. സാൻസ എടാ എനിക്കിട്ട് എന്തോ പണി വരുന്നുണ്ട് അളിയാ, കാരണം ഇതേ എനിക്ക് മെസ്സേജ് അയക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു, കാരണം എന്നെ അറിയില്ലാത്ത ഒരാൾ, എനിക്ക് ബാംഗ്ലൂരാണ്, എൻ്റെ ലവറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു ആൾ, അതായത് ഞാൻ വിവാഹം GNM പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്കൂളിൽ ഹോസ്പിറ്റലിൽ അന്ന് എന്തോ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ പോയി. അപ്പോൾ ആ നമ്പർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷയം, എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം റോട്ടിൽ കൂടെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകൊച്ചിനെ കിടന്ന് കരയുക, ഒരു ചെറുക്കനകത്തുണ്ട്. ഞാൻ അവരെ നോക്കിയെന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിച്ച ആളാണ് ആള്. ആ ആള് എൻ്റെ നമ്പർ ആൾക്ക് കൊടുക്കും. അപ്പം തന്നെ എനിക്ക് പൊട്ടി. ഞാൻ അപ്പം തന്നെ സാൻസിനോട് പറഞ്ഞു, സാൻസ ഇത് എനിക്കിട്ടുള്ള പണി. അവൻ പറഞ്ഞു നീ റെക്കോർഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഇരുന്ന് ഇതിനുള്ള ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് മാറി ഞാൻ അങ്കമാലിയിൽ അമ്മയുടെ കൂടെ അയക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വോയിസ് അയക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇത് നോക്കണമല്ലോ, കാരണം എൻ്റെ അടുത്ത് അത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാരണം ഞാനും കുഞ്ഞുകുട്ടിയൊന്നുമല്ല, ഞാൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എനിക്ക് ഫോട്ടോ വോയിസ് അയക്കാൻ പറഞ്ഞു. വോയിസ് സംസാരിക്കണോ. അപ്പോൾ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾ, നമ്മൾ വർഷങ്ങളോളം ഇതുപോലെ കുനുകുനാന്ന് സംസാരിച്ചാണ്. ആ ആൾ എത്ര ഇരുന്ന് കുനുകുനാ സംസാരിച്ചാലും നമുക്കത് അറിയത്തില്ലേ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറഞ്ഞാടാ സാൻസ ഇത് അവളാ എനിക്കിട്ടുള്ള പണി വെച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എവിടെ വരെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ ജോലി കഴിഞ്ഞ് നാളെ വരും, നാളെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് മുമ്പ് ഞാൻ വരാം, ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ, ഞാൻ സ്കൂട്ടി കൊണ്ട് വരാം, എനിക്ക് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നീ നിൻ്റെ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. എൻ്റെ വീട് അങ്കമാലിയിലാണ്, ഞാനിപ്പോൾ ഉറങ്ങുക, ഞാൻ രാവിലെ വരെ എൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ ഇതെല്ലാം പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് ഈ ചാറ്റിൻ്റെ ഇതിപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് നീ എനിക്കിട്ട് വെക്കണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു തെറി പറഞ്ഞ് എനിക്കും കൂടെ മെസ്സേജ് അയച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും വൾഗറായിട്ട് അത്രയും മോശമായിട്ട് എൻ്റെ ആ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സീനാക്കി ഞാൻ ആ വണ്ടി ഞങ്ങൾ തിരിച്ച് നേരെ ഞാൻ അടിമാലിക്ക് തന്നെ പോകുന്നു. ഞാൻ അടിമാലിയിൽ എൻ്റെ കൂട്ടുകാരൻ ഞാനും എൻ്റെ അമൽ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനോട് കൂടിയിട്ട് റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. എടുത്തില്ലേ മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ അടുത്ത്, മലയുടെ മേളില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളന്ന് രാത്രി ഓർക്കണ്ട, ഞാനന്ന് മറ്റേ ആൻ്റപ്പനും സാൻസിനും ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവിടെ മടത്തി പണിതുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർക്കണ്ടോ. അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവള് വേറെ പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു. ആ ഫോട്ടോ വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസും വെച്ചിട്ട് അവള് പിറ്റേ നീ ഓർക്കണം ഞാൻ പോലീസുകാർ തെറി പറഞ്ഞതും മറ്റേ വക്കീൽ വിളിച്ചു. അപ്പം അന്ന് ആ സീനിന് അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞു പറയണല്ല, നീ കേട്ടാ, നീ മാത്രം എനിക്ക് സാക്ഷിയുള്ളൂ, കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ കേട്ടല്ലേ അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണാന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് വളരെ വൾഗറായിട്ടുള്ള, ഞാൻ നിന്നെ സ്ക്രീൻഷോട്ട് എല്ലാം കാണിച്ചു തന്നായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ പറയണ അവളാണ് അത് അന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല. നീ ഓർക്കണ്ട പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അവള് 2023 എന്റെ പേര് കേസ് കൊടുത്തില്ലടാ. ആ കേസ് കൊടുത്ത് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തത് അവളിപ്പോ വലിയ നല്ല വിളി കളിക്കുന്നുണ്ട്. അവൾ അന്ന് അതായത് അവള് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചത്. അവള് തരക്കാരുടെ ഫോട്ടോയും വെച്ച് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലേ അല്ല അല്ല അവള് വലിയ റീലൊക്കെ ഇട്ടിട്ടുണ്ടാ മറ്റേ 2023 എനിക്ക് കോർട്ടിനെതിരെ അത് കൊടുത്തു ഇത് കൊടുത്തു പറഞ്ഞേ. അല്ല പറയുന്നതിനൊരു അന്തസ് എന്ന് പറഞ്ഞ ഒരു വേണ്ടാ. അവളന്ന് രാത്രി വല്ലവരാന്ന് പറഞ്ഞ് സംശയം ഉണ്ടായിക്കോട്ടെ അവൾക്ക് തന്നെ അവൾ ആ മാതിരി മോശം വർത്താനം എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കുഞ്ഞാറ്റ രാവിലെ വരുന്നതിന് മുമ്പ് ഞാൻ സ്കൂട്ടി കൊണ്ട് വരാം എന്നിട്ട് കാണാന്ന് പറഞ്ഞ് അത്ര കാണിച്ചിട്ട് അവള് കൊണ്ട് അതും വെച്ച് കേസ് കൊടുത്തിട്ട് എന്നെ പണ്ണാൻ നിൽക്കും. ഞാൻ വീട്ടിലുണ്ടാ. ഞാനപ്പ അത് 2023 ആ കേസ് കൊടുത്തില്ലേ.
അത് പറഞ്ഞത് പുറത്തേക്ക് ഇങ്ങനെ ചാറ്റും കാര്യങ്ങളാണ്, ഞാൻ ഭയങ്കര മോശമാണ്, ഞാൻ ഡ്രഗ്സിന് അടിമയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ മോശമായിട്ട് തന്നെ കേട്ടോ പോലീസുകാരുടെ അടുത്ത് തിരിച്ച് സംസാരിച്ച് ഞാൻ തിരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അമലെ എന്താ പറയുക, നമുക്കിത് മ്യൂച്വലായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മ്യൂച്വലായിട്ട് തന്നെ പോയിക്കാം, പക്ഷേ കാണിച്ചേക്കുന്ന തെണ്ടിത്തരമുണ്ട്. ഒരു സ്ത്രീയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു, മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇതിന് കേസ് പോകുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു. ലാസ്റ്റ് ഇത് അവളുടെ സ്കൂളിൽ GNM പഠിപ്പിക്കുന്ന അവിടുത്തെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പാൾ അവരെന്നെ വിളിച്ച് സംസാരിച്ച് ഞങ്ങളൊരു കൗൺസിലിങ്ങിന് പോയി. അതെല്ലാം പറഞ്ഞു ഞങ്ങൾ തീർത്ത കേസാണ്. അതിൻ്റെ ഇതിന് മാത്രമാണ് ഈ 2023 എനിക്കെതിരെ പോയ ഡിവോഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് 2025 ലാസ്റ്റ് വരെ ഞങ്ങൾ ജീവിച്ചു നിങ്ങൾ ഓർക്കണം. കൂടും കുടുക്കിയായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിതിവിടെ വെച്ച് പറഞ്ഞെടുക്കുകയാണ്, ഞാൻ ഇനി ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് വല്ല വ്യക്തമായിട്ട് നല്ല എല്ലാ രീതി വെച്ചിട്ടുള്ള ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ ഇതിവിടെ പറഞ്ഞു 2023 എനിക്കെതിരെ ഡിവോഴ്സ് പോയതിൻ്റെ കാര്യം ഓൾ അങ്ങനെ ചെയ്തത് തന്നെയാണ്. അല്ല എന്ന് ഇവർ പറയട്ടെ, അതായത് എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല, വാട്സപ്പിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, അത് അവളുടെ അനിയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്പർ. ആ സമയത്ത് അവൻ എയർടെല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സിം എടുത്തിട്ട് ഫ്രീ സിം എടുത്ത് ആ സിം ആക്റ്റീവ് ആക്കി ആ സിമ്മിൻ്റെ പേര് മാറ്റിയിട്ടാണ് എനിക്കിട്ടുണ്ടാക്കണേ. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഓക്കെ, അല്ല എന്ന് പറയട്ടെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് ഇവള് പറയട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനു മുമ്പ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി, ഇത് പലരും എനിക്കെതിരെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്നും കൂടുതൽ പറയാത്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഭയങ്കര ട്രോമയിലായിരുന്നു. അതായത് വർഷങ്ങളോളം, അതായത് എൻ്റെ വീട്ടുകാരെയൊക്കെ വിട്ട് ഞാൻ വളരെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഒരു നാട്ടിൽ നിന്ന് ഞാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന്, അതും ആ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനമാണെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും ആയതിൻ്റെ കാരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഒന്ന് പോട്ടെ, അടുത്ത വീഡിയോസിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകെ ഞാൻ പറയാം എന്തുകൊണ്ടാണ്, ആരുടെ അവിഹിതം പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ എന്ത് പിടിച്ചിട്ടാണ് ഞാൻ അവസാനം എൻ്റെ വീട്ടിലോട്ട് കൂടും കുടുക്കിയായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് കുറേ ചാറ്റാണ്. അതിൻ്റെ ചാറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ല, യൂട്യൂബിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഹാക്ക് ആയതായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐഫോൺ എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. ആ ഐഫോൺ അത് അന്ന് ഏതാണ്ട് iPhone 6 ആണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ സ്ത്രീകൾക്ക് മെസ്സേജ് കാര്യങ്ങൾ പോയായിരുന്നു. അതെനിക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് അല്ല, അതിന് മുന്നേ എനിക്ക് കുഞ്ഞാറ്റ ഇച്ചായ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 50,000 ഉള്ള ആ അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് പോയിരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത്, അത് ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെയാണ്, രാത്രി കാലങ്ങളിലാണ് പല പെൺകുട്ടികൾക്കും മെസ്സേജുകൾ പോയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതും അത് ശരാ ആ ഫോട്ടോ കിട്ടുമായിരുന്നെങ്കിലേ, അതിപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ കാറിലിരിക്കണ ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്യണ രീതിയിലുള്ള ഫോട്ടോ അല്ലേ ആ ഫോട്ടോയും? അത് വേറെ ഫോട്ടോയും ആയിരുന്നോ അയച്ചു തരുന്നേ? എടാ ഈ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നില്ല, എടുത്ത് അയച്ചിരിക്കണയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് നമ്മൾ സീൻ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സംഭവം വരും അല്ലേ? ഇത് കയ്യിൽ നിന്ന് എടുത്ത് അയച്ചിരിക്കുന്നയാ അല്ലേ? ഒരു ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നൊരു കുട്ടി, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആൾ മെസ്സേജ് അയച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് ആളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് അയച്ചിരുന്നത്. ചാറ്റുകളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അന്നേ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ഈ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരന്മാർക്കൊക്കെ നമ്മൾ അയക്കും, പിന്നെ നമ്മൾ സ്റ്റോറി ഇടും. അതിൻ്റെ അകത്തുള്ള സാധനം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പല ആളുകൾക്കും ആ മെസ്സേജ് അയച്ചിരുന്നത്. ഞാനല്ല. കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കൗണ്ടൊന്നും എടുക്കലുണ്ടായില്ല. അതിന് കുറച്ച് നാളുകളായുള്ളൂ. ഞാൻ 2024 ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഈ അക്കൗണ്ട് ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പം അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കൊടുത്തേക്കാം. ഞാനല്ല ഉപയോഗിച്ചിട്ടിരുന്നത്. പിന്നെ macOS XSO അങ്ങനെ എൻ്റെ സംഭവത്തിലാണ് ആലുവ തിരൂര് അവിടെ നിന്നൊക്കെയാണ് ഇത് ലോഗിൻ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അന്നത്തെ സ്ക്രീൻഷോട്ട് ആ കൊച്ചു അയച്ചെന്ന് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മാക്കില്ലായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്നു മാക്ക്. നമ്മൾ ഗോവയിൽ ഒരു ദിവസം യാത്ര പോയപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അത് ആ അക്കൗണ്ടിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മാക്ക് നമ്മൾ മേടിച്ചിട്ട് 1.5-2 ആഴ്ച. ഇനി അവൻ സ്റ്റോറി ഇട്ടതിൻ്റെ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട വീഡിയോകൾ കൂടെ വെച്ച് തരാം.
ഒരു കാര്യം സത്യം നിങ്ങൾ തെളിഞ്ഞേ, എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. ഞാനത് എന്തൊക്കെയാ അയച്ചേക്കണമെന്നൊന്നും എന്റെ പൊന്നടാവേ ഞാൻ പറയുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ആള് സമ്മതിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയല്ലോ. എല്ലാം പറയണത് പകുതി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവള് സമ്മതിച്ചു, അവള് വീഡിയോ ഇട്ടിട്ടുണ്ട്, അവള് സമ്മതിച്ചു, അവള് സമ്മതിക്കും, അവള് സമ്മതിക്കണം. ഇനി ഞാൻ അടുത്ത തരാം, ഇനി ഞാൻ ഒന്നായിട്ട് ഞാൻ തരാം. ഇട ഞാൻ ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങേയറ്റം പ്രശ്നമായി. ആളുകൾ വരണ മൊത്തം കേട്ടിട്ടിരുന്ന് ഈ പെണ്ണുങ്ങൾ മാത്രം പറഞ്ഞ് മാത്രമാണ് കേട്ടുള്ളൂ. ആണുങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം ഊന്നി ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം. ഇത്രയും സത്യസന്ധമായിട്ട് എനിക്ക് ഇതിലെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ ആള് എനിക്ക് അങ്ങനെ രാത്രി മെസ്സേജ് അയച്ചു എന്നോ എനിക്ക് അങ്ങനെ ചെയ്തു എന്നോ അത് ചെയ്തു ഇതൊന്നും പറയാത്ത എന്ത് ചെയ്യും? എനിക്കെതിരെ കേസ് കൊടുത്തെന്നും പറഞ്ഞ് മാത്രമല്ല വീഡിയോ ഇട്ടേക്കണേ. അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചു നോക്കണം, എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇതുപോലെ ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും. ഞാനതെല്ലാം ഞാൻ പറയാം. അപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിന്റെ കാര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഞാനിതെല്ലാം കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ കോംപ്രമൈസിൻ്റെ നമ്മുടെ ഇത് കിട്ടിയതുണ്ട്. അത് പെറ്റീഷണർ ശരിക്കും ഞാനായിരുന്നു. ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കാണാണ്ട് ഭയങ്കര മെൻ്റലി ട്രോമ അടിച്ചു. അതായത് ഇവള് പോയി, കൊച്ചും പോയി, ആകെ ഞാൻ ബേകളെ എന്താ പറയുക, വെള്ളം കുടിക്കട്ടെ കേട്ടോ. ആകെ ഞാനാണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് ഒച്ചപ്പാടും ബഹളവും, വീട്ടിൽ കരച്ചിലും ബഹളവും ഒക്കെ ആയി. ലാസ്റ്റ് ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു, വക്കീൽ ഒരു കോംപ്രമൈസ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഇത് ചെയ്തതാ. അതായത് ഇതിൻ്റെ മാറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നത് അവരുടെ വക്കീലാണ് തന്നത്. എൻ്റെ വക്കീൽ എന്നെ കാണിച്ചു. എനിക്ക് കൊച്ചിനെ കാണണമായിരുന്നു, എനിക്ക് കൊച്ചിനെ മറക്കുമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് എനിക്ക് കൊച്ചിനെ കാണണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതെല്ലാം അംഗീകരിച്ച് ഞാൻ 2-3 മാസം ഞാൻ പോയേ. ബാക്കി ഞാൻ പറയാം. അപ്പൊ ഇനി അടുത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഞാൻ മറ്റേ പൈസ കാര്യങ്ങൾ കൊടുക്കണത് നിർത്തി. അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിനെ കാണാം മാസത്തിൽ 2 ശനിയാഴ്ച. അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം. എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ അനിയനും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ. ഫോട്ടോ എടുക്കാം, പക്ഷെ ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല, എവിടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് ഫുൾ നിയന്ത്രണമേ. അതുകൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക്, അതായത് എൻ്റെ കൊച്ചിന്റെ അമ്മയുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കൂടാണ്ട് ഇവളുടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിന്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള പൈസ, ഞാൻ കോടതി കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കൊടുക്കണം. അത് 500 വെച്ച് കൊടുക്കണം. 2 ശനിയാഴ്ച ആകുമ്പോൾ 1000 രൂപയോ, അപ്പൊ 6000 രൂപ. ഇത് കൂടാണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിന്റെ സ്റ്റഡി എക്സ്പെൻസ് അത് ഞാൻ നോക്കണം. അതുകൂടാണ്ട് കൊച്ചിന് ഹോസ്പിറ്റൽ ചെലവ് 3000 രൂപയ്ക്ക് മേളിൽ വന്നാൽ അതും ഞാൻ കൊടുക്കണം. ഇതെല്ലാം ഞാൻ കൊടുക്കാം. പക്ഷെ കൊച്ചിനെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിർത്തത്തില്ല, വിടത്തില്ല. കൊച്ചിനെ എൻ്റെ കൂടെ വിടത്തില്ല. എനിക്ക് കൊച്ചിനെ കോടതി ചെന്ന് അവിടുന്ന് ജസ്റ്റ് ആ ദിവസമെങ്കിലും പുറത്തു കൊണ്ടുപോകാനുള്ള അധികാരം അതില്ല. 2 മൂന്നാമത്തെ കാര്യം, കൊച്ചി കിലോ കണക്കിന് ഫ്രൂട്ട്സ് ആണ് ഡെയിലി തരുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ, ഫ്രൂട്ട്സ് കിലോ ഒക്കെ അതിന് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ജൂൺ തൊട്ട് ഞാൻ കൊച്ചിന്റെ പഠിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ജൂൺ വരുമ്പോൾ തൊട്ട് 5000 എന്നുള്ളത് 6000 രൂപ, പിന്നെ എല്ലാ വർഷവും 1000. ഇതൊന്നും കൊടുക്കണേന് എനിക്ക് കുഴപ്പമില്ല. ഒരു അച്ഛന്റെ അവകാശം എന്ന് പറയുന്നത് കോടതി ചെന്ന് സ്ട്രേഞ്ചറെ പോലെ ഞാൻ നിന്ന് കണ്ടിട്ട് കൊച്ചിന്റെ കൂടെ ഫോട്ടോ, ഒരു എന്താ പറയാ, ഒരു അവകാശമില്ലാത്ത രീതിയിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത്. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല, എനിക്കൊരു ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയിട്ടും പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ പേരും പറഞ്ഞ് എൻ്റെ ഇന്ന് നക്കി തിന്നാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ എന്നാ ചെയ്യും? കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ഒരച്ഛന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എനിക്ക് വേണം. എല്ലാ അവകാശങ്ങളും എനിക്ക് തരാമെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്തേനെ. പക്ഷേ 2-3 മാസം ഞാൻ കൊടുത്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാം തെളിവുണ്ട്, എല്ലാ സാധനത്തിനും തെളിവുണ്ട്. കൂടുതൽ പറയും തോറും ഞാൻ കൂടുതൽ പറയുകയും ചെയ്യും, ഞാൻ കൂടുതൽ കാണിക്കുകയും ചെയ്യും. ലീഗലായിട്ട് പോയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ആകെ പാടാൻ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, പറയുന്ന കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കണം. അപ്പനുള്ള ഞാൻ ഇത്രയും പറട്ടെ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വൈകുന്നേരം വരെ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇടണ്ട, ഫോട്ടോ ഒന്നും ഇടണ്ട, അത് പോട്ടേന്ന് ഓർത്ത് ഞാൻ ഇരുന്നു. പക്ഷെ ഒരു അപ്പൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊട്ടും പറ്റണില്ല. ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കില്ല, ഞാൻ എന്തും ആയിക്കോട്ടെ, പക്ഷെ എനിക്കൊരു കുഞ്ഞുണ്ട്, അവനെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കിയല്ല. അപ്പൊ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അതിനാണ് ഈ കിടന്ന് കാണിക്കണം മൊത്തം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇനി ഞാനിത് പറയാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, നീ കൊച്ചിന്റെ ജീവിതം നോക്കണ്ടേ, ഒരു പെണ്ണി എന്ത്? അപ്പൊ എനിക്ക് ജീവിതം ഇല്ലേ? ഞാൻ മനുഷ്യനല്ലേ? ഈ പറഞ്ഞ ആണുങ്ങളെല്ലാവരും മീശെന്ന് പറയണില്ല, ഇതിന്റെ തമാശ ആക്കണില്ല. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ജീവിക്കണം. എല്ലാവരും പറഞ്ഞാൽ എല്ലാ അപരാധവും കേട്ടോണ്ടൊന്നും ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിവിടെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയത്, ശരി ഡിവോഴ്സ് ആവാൻ വേണ്ടിയില്ലെങ്കിൽ ഞാൻ കൂടും കുടുക്കെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്തത്. റീലിൽ ഭയങ്കര പാടാണ്. ഞാൻ ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ തരാം കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഓഗസ്റ്റ് 3-ാം തീയതി അല്ലേ ഞാൻ ഇവിടെ വന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിരുന്നു. ഇത് ഉണ്ടാവാൻ 2-3 ദിവസം മുമ്പുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു പൈസ ഇടപാടാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ കൂടെ മറ്റേ എന്നാ ചെയ്ത് മറ്റേ ഡാൻസ് സുഗുണ എന്നെ
ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു നമ്മളെക്കാളും മറ്റേ അരക്യൂറ്റ്, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, മോശമായി പോകും. എനിക്ക് ചിലപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഇത്രയും ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഞാനപ്പോൾ ഇത് പറയണല്ലോ. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ, അവന് കുറച്ച് പൈസ കൊടുത്തായിരുന്നു. ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇതൊരു ദിവസം എനിക്ക് പൈസ തന്നതിൻ്റെ കണക്ക്, ഇവള് പൈസ തരുന്നതിനും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇവക്കില്ലാത്ത സംശയമില്ല, ഇവക്കില്ലാത്ത പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ ഇവൾ എങ്ങനെയായിരുന്നു എൻ്റെ കൂടെ എത്ര പേരുണ്ട് യൂട്യൂബേഴ്സ് തൊട്ട്, ഞാൻ പലരും വീട്ടിൽ പോയിന്നുണ്ട്. ഇവൾ എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കണം, ഇവള് പറഞ്ഞ തെറിയൊക്കെ കേട്ടാണ്ട്. അപ്പം ഇവളെ എനിക്ക് പൈസ കാര്യങ്ങൾ അയച്ചു. അപ്പോൾ ഒരു ദിവസം സ്ക്രീൻഷോട്ട്, നമ്മുടെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. 2 ലക്ഷം രൂപയുടെ ഏതാണ്ട് ഒരു എമൗണ്ടിന്റെ കാര്യം പറഞ്ഞാണ് എനിക്ക് ഗൂഗിൾ പേ അയക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ എനിക്ക് 10,000, 3,000, 4,000 അത് ഈ തുണിയുടെ നമ്മൾ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തുണി എടുക്കാൻ പോണതിനും അതിൻ്റെ ഒക്കെ കാര്യം, പിന്നെ നമുക്ക് അത്ര ചിലവുണ്ട്. ആ സമയത്ത് എൻ്റെ താടെ മുടിയാനായിട്ട് താടയും പൊട്ടിയിരിക്കുമായിരുന്നല്ലോ, തിന്നാനാണെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ കൊച്ചു എൻ്റെ കൂടെ ഉണ്ട്, അതിന് വേണ്ടി ഇടയ്ക്ക് പൈസ അയച്ചായിരുന്നു. ഇതിങ്ങനെ അയച്ചതിൻ്റെ കുറച്ച് പൈസ കാര്യങ്ങൾ ഇങ്ങനെ ഷോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ബാക്കി സ്ക്രീൻഷോട്ട് എവിടെ? ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ചു എന്തിയേ ആ സ്ക്രീൻഷോട്ട് എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ആള് നൈസായിട്ട് ഉരുളി കളിച്ചു. അത് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വീഡിയോ സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഫോണിലാണ് എന്തോ അയച്ചപ്പം ഈ നിർഗുണ എന്നെ പറയാം, അവന് ഞാൻ എന്നെ പറയണേ, അവന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഇതിനെ ഞാൻ ചോദ്യം ചെയ്ത് ഞാൻ 2.5 അടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഞാൻ ആകെ 2.5 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് പൊട്ടി. ഞാൻ മുത്തിയുടെ മുത്തിച്ച് ഒക്കെ എന്തെറി പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പം എന്നോട് പറഞ്ഞ ഡയലോഗ് തന്നെയാണല്ലോ, എൻ്റെ പൈസ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്ര ഞാനിവിടെ ഇത് പറഞ്ഞ് ഞാനിവിടെ നിർത്തിയതാ. ബാക്കിയുടെ ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് എന്നെ ഇങ്ങനെ ഇട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും മനസ്സിലാക്കുക, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ നല്ല പുള്ളിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ സമ്മതിക്കത്തില്ല, അതെന്തായാലും. അത്രേ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ ഇനി ഓരോന്ന് പറയട്ടെ. ഞാനിപ്പോൾ ഇത്ര ഒന്ന് പറഞ്ഞു വെക്കണം നിർത്താം. എന്നെ അവിടെ ഭയങ്കര സ്റ്റോറി, കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ട്, ചേട്ടാ അതിന് സ്റ്റോറിയിൽ എന്തൊക്കെയാ പറയണേ. എനിക്ക് സ്റ്റോറി ഇടാം, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഞാനും ഇടും. പക്ഷെ എനിക്ക് അത്രയും വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളൊരാണായി പോയില്ലേ ഡാവി. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറ്റില്ല. ആണുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അവരങ്ങ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഓരോന്നോരോന്ന് പറയാം, ബാക്കി വരട്ടെ. ഈ ഒരു മറുപടി ഞാൻ കൊടുക്കണ ഈ ചേച്ചിക്കാട്ടോ. ചേച്ചിയാണെങ്കിൽ കുറേ മെസ്സേജ് എനിക്ക് അയക്കണം. എനിക്ക് 100 മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് ഇത്ര എണ്ണത്തിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ ഒരു കാര്യം പറയാം. കരക്കാർ പറയണ മറ്റേ കരക്കമ്പി കേട്ടിട്ട് ചേച്ചി എൻ്റെ അടുത്ത് വർത്താനം പറയരുത്. ചേച്ചിയുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ചേച്ചി അമ്മച്ചി ആ ജസ്ന എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എവിടെ ഉണ്ടോ നോക്കിക്കേ, നോക്ക് മച്ചി. ആ അലമാരിക്കകത്ത് എവിടെ കയറി നമ്മുടെ നൈറ്റിക്കകത്തെങ്കിലും ഉണ്ടോ നോക്ക്. ഈ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഞങ്ങളുടെ കൂടെ ബാക്കിയിലേക്കും പോകുന്നില്ല. ചേച്ചി ചുമ്മാ ആവശ്യമില്ലാണ്ട് വർത്താനം പറയില്ലേ, കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുക കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 2 സാധനം ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് കോംപ്രമൈസിന് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. സത്യം പറയാലോ, മനസ്സിരുത്തിയതേ എൻ്റെ അമ്മ അപ്പൻ എല്ലാം ഇരുന്നിട്ട് മനസ്സിൽ തൊട്ട് ഞാൻ പറയാ, ഞാനത് ഒപ്പിട്ട് കൊടുക്കാൻ കാരണം വെച്ചാൽ കൊച്ചിനെ എനിക്ക് എങ്ങനെയും ഒന്ന് കാണണം, അവൻ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിയണം. പിന്നെ ഇവരെ മനസ്സ് പിന്നെങ്കിലും മാറുമെന്ന് ഓർത്തിട്ടാണ് ഈ 3-4 മാസം പൈസ ഇല്ലാഞ്ഞിട്ട് കടം മേടിച്ചിട്ടൊക്കെ ഞാൻ കൊടുത്തത്. ഈ പറഞ്ഞ യൂട്യൂബിൻ്റെ ഒന്നും അത്ര വലിയ വരുമാനമൊന്നുമില്ല. അത്രയും ചെയ്തിട്ടും ഇവർ ഇത്രത്തോളം ഒപ്പിട്ട് എന്നെ നിർബന്ധിച്ച്. നിങ്ങളൊരു വീഡിയോ അതിൻ്റെ അകത്ത് കേട്ടായിരുന്നല്ലോ, അതായത് കൊച്ചിനെ കാണാൻ ഞാൻ വരണ്ടായിരുന്നു, വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അത്രേ എന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതൊന്നും അല്ലടേ ഇത്. ഈ പെണ്ണുങ്ങൾ പറയുമ്പോൾ എല്ലാം നിങ്ങളങ്ങ് മാനം വിട്ട് വിശ്വസിക്കല്ലേ. ആണുങ്ങൾക്കും ഉണ്ട് അവസ്ഥ. ഞാൻ ഏറ്റവും കൂടുതൽ കിട്ടിയൊരു സംഭവം എന്താണെന്നറിയോ, ഞാൻ ഈ ഡിവോഴ്സ് ഇങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് എന്തോരം അച്ഛന്മാരാണെന്നറിയോ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്, നേരെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഇതാണ്. പക്ഷെ അവർക്കൊന്നും സംസാരിക്കാനോ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാനോ ഒരാളുമില്ല, വീട്ടുകാർ പോലും ഇല്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട്. ആരെങ്കിലും 10 പേരെ കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാനിത് പറയണു. നിങ്ങൾ തന്നെ പറ, ശരിയാണോ പറ. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം തന്നെ ഞാൻ, അതായത് നിങ്ങൾ ഓൾറെഡി ആളുടെ വീഡിയോ കണ്ടതിലൊക്കെ ആൾ ഓൾറെഡി സമ്മതിച്ചു എനിക്കെതിരെ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, ഒരാളെ ഇതാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തെളിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പം കുറച്ച് നേരം കൂടി ചോദിച്ചു, മോനെ MDMAക്ക് എത്രയാടാ വില ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആ ആളോട് ചോദിക്കുക. ആളാണ് അത് പറഞ്ഞത്, ഞാനല്ല. ആ ആളോട് ചോദിക്കുക, ആൾ അതിനുള്ള മറുപടി പറയും. ആൾക്ക് അത് അടിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇപ്പം എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ദൈവം എനിക്ക് അറിയിച്ചപ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എനിക്കത് കൂടുതൽ അറിയത്തില്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ആൾക്ക് എന്തും എന്നെക്കുറിച്ച്, അതായത് ഒരു ആണിനെക്കുറിച്ച് ഒരു പെണ്ണിന് എന്ത് ഇത് വേണേലും അങ്ങ് അടിച്ചിറക്കാം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് മാൾട്ടയിലും അവിടെയുള്ള കുറച്ച് ആന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ അതിവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ പറയാം ആളൊരു ഇതാണ്. അപ്പം അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ചുമ്മാ അങ്ങ് കണ്ണും പൂട്ടി അങ്ങ് അടിച്ചു വിടുവാണ്. പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഞാനിത് നിർത്താൻ എന്നെ സമ്മതിക്കില്ല എന്ന് എൻ്റെ അച്ഛൻ തോന്നണേ. ഞാൻ എന്തായാലും ഇതിന് ഞാൻ ഒരു സാധനം കേട്ടോണ്ട് ഞാൻ ഇരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. എൻ്റെ കൊച്ചിന്
എടേ ഞാൻ ചെലവിന് കൊടുക്കാടേ, ഞാൻ ചെലവിന് കൊടുക്കാം. എൻ്റെ കൊച്ചിന് ഞാൻ ഉണ്ടാക്കിയ കൊച്ചിന് ചെലവിന് കൊടുക്കാനുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ കൊടുക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കണം ഇത്രേ ഉള്ളൂ. സ്വന്തം കൊച്ചിനെ വീട്ടിൽ പൂത്തി വെച്ചിട്ട് നിങ്ങളവിടെ വെച്ചിട്ട് എൻ്റെ പൈസ മേടിച്ച് 1 കിലോ ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള കൊച്ചു 1 കിലോ ഫ്രൂട്ട്സ് ഒക്കെ തിന്നാന്ന് പറഞ്ഞ് നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം. ഞാൻ ചോദിക്കണം ഇത്രേ ഉള്ളൂ. ആ കൊച്ചിൻ്റെ അവകാശങ്ങൾ എനിക്ക് തന്നേരെ. എനിക്ക് അവനെ ഞാൻ ഇത്ര ചോദിക്കണുള്ളൂ. ഒരു അമ്മയാന്നുള്ള നിനക്ക് ഞാനൊരു അവകാശം തന്നേക്കാം, നീ എടുത്തോ. ആ കൊച്ചിനെ മാസത്തിൽ 1-2 ദിവസം എൻ്റെ കൂടെ വിട്. അവൻ്റെ അപ്പൻ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് അവനെ കൊണ്ടുനടക്കാനും അവനെ കാണാനും അവൻ്റെ അതിനുള്ള അവകാശം തായോ. എന്നിട്ട് നീ കൊച്ചിന് ചെലവ് കൊടുക്കാൻ പറ. അതിന് പറഞ്ഞായിരുന്നു നീ പറഞ്ഞൊരു അന്തസ്സുണ്ട്. നീ ചുമ്മാ കാശ് മേടിച്ചത് കൊച്ചിനെ ആണെങ്കിൽ ഏതാണ്ട് മറ്റേ എന്നെ ആ വെറുതനക്കാരൻ എന്നെ കാണിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് കാശ് കൊടുക്കാൻ പറഞ്ഞ അന്തസ്സുള്ള ആരെങ്കിലും ഉളുപ്പുള്ളവ ആരെങ്കിലും ഇങ്ങനെ പറയുമോ? പിന്നെ ഞാൻ കുറേ ചേച്ചിമാരും അമ്മമാരും ഉണ്ട്. അപ്പോൾ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത്രയും പേഴ്സണായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളൂ, വീഡിയോ ഇട്ട് അങ്ങനെ പറഞ്ഞു. അത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കെതിരെ ഡിവോഴ്സ് കൊടുത്തതിൻ്റെ 2023 കാര്യങ്ങൾ തൊട്ട് പറയുന്നു, പിന്നെ കുറേ ഇതിടുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. വേറെ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കുറേയൊക്കെ മനുഷ്യന്മാരല്ലടാ, നിങ്ങളും ചോറല്ലേ തിന്നുന്നത്, അപ്പോൾ എന്നെ ആ രീതിക്ക് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. 1000 പേരെ ഇപ്പം എന്നെ കുറ്റം പറയുന്നതിൽ ഒരു 100 പേര് തിരിച്ചു എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. എനിക്കത് മതി, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മൊബൈലിൽ കാണുന്ന സ്ക്രീൻഷോട്ടും തെളിവൊന്നുമല്ല, ഞാൻ വിത്ത് ആൾക്കാരെ കൊണ്ട് വീഡിയോ വരെ എടുത്ത്, അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്ന ആളുകൾ, ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി അറിയുന്ന ആളുകളെ വെച്ച് അടുത്ത് നിർത്തി വീഡിയോ എടുത്ത് വിത്ത് ഫേസ് ഉൾപ്പെടെ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയും. എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ അറിയാം. പക്ഷെ എന്തിനാ പിന്നെ ഞാൻ കൊച്ചിനെ അതുകൊണ്ട് പ്ലീസ്. പിന്നെ സത്യസന്ധവതിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതായത് എനിക്കെതിരെ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ കുൽസിതമായിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തു. അതും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു വീഡിയോസിൻ്റെ അകത്ത് മറ്റേ എന്താ ആത്മാഭിഭാരത്തെ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അത് കഴിയുമ്പോൾ തന്നെ ഒരു പോർഷനിൽ 2 പേപ്പർ കാണിക്കും. അതിൻ്റെ അകത്ത് MDMA പിന്നെ മെന്റലി ടോർച്ചർ അങ്ങനെയൊക്കെയാണ്ട് ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്വന്തം ഭർത്താവിന് ഞാൻ കുൽസിതം അയച്ചു, കണ്ടുപിടിച്ചു, ഭർത്താവ് തിരിച്ച് റിപ്ലൈ തന്നു എന്നും പറഞ്ഞ് ഒരു സാധനം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറയണം. സമയം ഏകദേശം എത്ര വാച്ചൊക്കെ ഓഫായി പോയി, പുറത്ത് തന്നെ ഇന്ന് 8:45. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാണ്. സംസാരിച്ച്